ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ഒരു പുഡിങ്ങാണ്. ഇപ്പം നല്ല മാമ്പഴക്കാലമാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുക്കൽ മാമ്പഴം കിട്ടാൻ ഒരു പ്രയാസവും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആ മാമ്പഴം വെച്ചിട്ട് നമുക്കൊരു പുഡിങ് തയ്യാറാക്കിയെടുത്താലോ. നമുക്ക് ഈസി റെസിപ്പി ആയിട്ടുള്ള മാമ്പഴ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. പുഡിങ്ങിനാവശ്യമായ നല്ല പഴുത്ത മാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് വേണം. പിന്നെ നമ്മുടെ പുഡിങ്ങിനാവശ്യമായ ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജലാറ്റിൻ പൗഡർ എടുക്കുക. പിന്നെ 1 ലിറ്റർ പാല്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു പുഡിങ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ഇട്ട് നല്ല പൾപ്പാക്കി അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും നല്ല മധുരമുള്ള മാമ്പഴം തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മാംഗോ പൾപ്പിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ. ഒരിക്കലും നാരുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ. നമ്മളെപ്പോഴും നല്ല മാംസമുള്ള നല്ല മാങ്ങ നോക്കി തന്നെ എടുക്കണം. നല്ല മധുരമുള്ള മാങ്ങ നോക്കി തന്നെ എടുക്കണം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിങ്ങിന് അത്യാവശ്യമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മുടെ ചൈന ഗ്രാസ്, അല്ലെങ്കിൽ ജലാറ്റിനോ ചൈന ഗ്രാസ് ഏതെങ്കിലും എടുത്താൽ മതി. നമ്മുടെ പുഡിങ്ങിനൊരു സെറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ചെറിയ തീ വെച്ച് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കാം. നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ഏകദേശം നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള പാല് ചൂടാക്കാൻ വെക്കാം. ഞാനിപ്പം ഇവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ച് പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല കട്ടിപ്പാൽ തന്നെ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള 2 നല്ല പഴുത്ത മാങ്ങയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാലിന് 2 നല്ല അത്യാവശ്യം വലുപ്പമുള്ള 2 മാങ്ങ. ഇത് നമ്മൾ പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ മിക്സ് ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ മാംഗോയും പാലും തമ്മിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട. നമ്മുടെ പുഡിങ്ങിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം മാത്രം നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്ന ബാറ്ററാണ്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ നമുക്ക് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2ഉം ചേർക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും മധുരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഷുഗറും മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ ബാറ്റർ എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഉള്ളൂ നമുക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത് സെറ്റ് ആവാനുള്ള നമ്മുടെ ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കൊരു അരിപ്പയിൽ കൂടെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം അതിനകത്ത് കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ നമ്മുടെ ഈ പുഡിങ്ങിൽ ഒരു ഭംഗിക്കുറവ് വരുത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ അരിച്ച് വേണം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ഈ ബാറ്ററിൻ്റെ പ്രോസസ്സൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈ ചൈന ഗ്രാസും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂടോട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എന്ത് പെട്ടെന്നാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഏതെങ്കിലും ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം മാങ്ങ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിൽ മാങ്ങ കാണുമല്ലോ, പാലും കാണാതിരിക്കത്തില്ല. അന്നേരം പെട്ടെന്ന് തന്നെ നിങ്ങളിത് കണ്ടിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത മാങ്ങ ഈ പുഡിംഗ് ട്രേയിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പുഡിങ് കഴിക്കുന്ന സമയത്ത് ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമല്ലോ. 1 ലിറ്റർ പാലിൽ നമുക്കൊരു 2 ട്രേ പുഡിങ്ങൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഈ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടെ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചൈന ഗ്രാസ് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സെറ്റായി പോകും. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്ത മാംഗോ ഞാൻ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബാക്കിയുള്ള ബാറ്റർ ഞാനാണെങ്കിൽ ഈ ഒരു പുഡിംഗ് ട്രേയിലോട്ടൂടെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മുകളിൽ ബബിൾസ് ഇങ്ങനെ വരും. അത് നമുക്ക് സ്പൂൺ വെച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇവിടെ 2 പുഡിംഗ് ട്രേയിലും ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറഞ്ഞത് ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് വേണം നമ്മളിത് സർവ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ രാവിലെ ഇത് സെറ്റ് ചെയ്തെടുക്കുന്ന രീതി വേണം നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കി നോക്കാൻ. നമ്മൾ ഒരിക്കലും ഇത് ഫ്രീസറിൽ വെക്കരുത്. നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ ഇത് കഴിവതും വെക്കാൻ ശ്രമിക്കണം. മിനിമം നമുക്കൊരു 3 മണിക്കൂറിനുള്ളിൽ സെറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ നമ്മൾ ഓവർനൈറ്റോട് വെക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. രാവിലെയാണ് ഞാനിത് സർവ് ചെയ്യാൻ എടുത്തത്. മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പുഡിങ്ങാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പുഡിങ്ങിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാൻ ലൈറ്റായിട്ട് ഇന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്